ഇന്നത്തെ റേഡിയോ സംപ്രേഷണം റേഡിയോ ബാസ്റ്റിൻ ആരംഭിക്കുന്നു. ഇന്നാദ്യം സംഗീതധാര. സംഗീതധാരയിൽ ഒരു ഗാനം കേൾക്കാം. പാടുന്നത് 5Cയിൽ നിന്നും പവിത്ര യാഷിൻ. കാലങ്ങൾ കടന്നു പോകുമ്പോഴും സാഹിത്യപ്രേമികളുടെ മനസ്സിൽ മാംഗോസ്റ്റിൻ മരച്ചുവട്ടിലെ ആ ചാരു കസേരയിൽ ചാരിക്കിടന്ന് ഗ്രാമഫോണിൽ സോജ രാജകുമാരി കേട്ടുറങ്ങുകയാണ് എഴുത്തിൻ്റെ സുൽത്താൻ. വായനയുടെ വസന്തം ആസ്വാദകനിൽ പാകിയ ബേപ്പൂർ സുൽത്താനെ ഓർക്കാതെ അദ്ദേഹത്തിൻ്റെ ഒരു ചരമദിനവും കടന്നുപോകില്ല. ബഷീർ അനുസ്മരണം 10Cയിലെ ആൽറിൻ. മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരനും നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്നു ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചരമദിനമായ ജൂലൈ 5-ാം തീയതിയാണ് നാം ബഷീർ ദിനമായി ആഘോഷിക്കുന്നത്. ചിരിയും ചിന്തയും ഒരുമിച്ച് തൂലികയിൽ ജനിപ്പിച്ച ബേപ്പൂർ സുൽത്താൻ്റെ ഓർമ്മകളിലാണ് ഇന്ന് മലയാള സാഹിത്യത്തിൽ പകരം വയ്ക്കാനില്ലാത്ത എഴുത്തിൻ്റെ വാക്കുകളുടെ മാന്ത്രികനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. സാധാരണക്കാരൻ്റെ ഭാഷയിൽ സാധാരണക്കാരൻ്റെ കഥ പറഞ്ഞപ്പോൾ അത് കലാതിവർത്തിയായി. ലോകമാകെ അലഞ്ഞുതിരിഞ്ഞ അനുഭവങ്ങളുമായി ബഷീർ എഴുതാനിരുന്നപ്പോൾ മലയാളം അതുവരെ കണ്ടിട്ടില്ലാത്ത ഭാഷയിൽ ജീവിതത്തിൻ്റെ എല്ലാ നോവലുകളെയും ചിരിയിൽ പകർത്തി. ഭാഷയിലും ശൈലിയിലുമെല്ലാം പുതിയൊരു എഴുത്തുലോകം സൃഷ്ടിച്ചു അദ്ദേഹം. നർമ്മവും വിമർശനവും കലർന്ന ശൈലിയിൽ ബഷീർ കുറിച്ചിട്ട് ഓരോ കൃതിയും മലയാള ഭാഷയിലെ വിസ്മയങ്ങളായി മാറി. പ്രേമലേഖനവും പാത്തുമ്മയുടെ ആടും ഇമ്മിണി ബല്യ ഒന്നും വിശ്വവിഖ്യാതമായ ുമെല്ലാം മലയാളിക്ക് സമ്മാനിച്ചത് വ്യത്യസ്തമായ ഒരു വായനാനുഭവം തന്നെയായിരുന്നു. അനുഭവങ്ങൾ വിവരിക്കാൻ അദ്ദേഹം സ്വന്തം ഭാഷ തന്നെ സൃഷ്ടിച്ചെടുത്തു. ഇമ്മിണി ബല്യ 1, ചിരിപ്പിടിയോളം, ലൊടുക്കൂസ്, ബെടുക്കൂസ്, ഉമ്മിണിഷ, ബുദ്ധൂസ്, വിഷാദമധുര മോഹനകാവ്യം, വെളിച്ചത്തിനെന്ത് തെളിച്ചം, സ്ത്രീകളുടെ തലയിൽ നിലാവെളിച്ചമാണ് തുടങ്ങിയ എണ്ണിയാൽ തീരാത്ത പദങ്ങളും പ്രയോഗങ്ങളും ബഷീർ മലയാളത്തിന് സമ്മാനിച്ചു. 1994 ജൂലൈ 5-ന് അദ്ദേഹം സാഹിത്യലോകത്തോട് വിട പറഞ്ഞുവെങ്കിലും അനുഭവങ്ങളുടെ തീവ്രത ബഷീർ കൃതികളെ അനശ്വരരാക്കി. മലയാള ഭാഷ അറിയാവുന്ന ആർക്കും ബഷീർ കൃതികൾ ആസ്വദിക്കാൻ കഴിയും. ജയിൽ പുള്ളികളും ഭിക്ഷക്കാരും വേശ്യകളും പട്ടിണിക്കാരും സ്വർഗാനുരാഗികളും നിറഞ്ഞ ഒരു ബ്രഹ്മാത്മക ലോകമായിരുന്നു ബഷീറിൻ്റേത്.
വീണ്ടും ഒരു ഗാനം. പാടിയത് എ ടെയിലെ വിഹാസ് ആൻ്റണി. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളി, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്ങുള്ളോളി, പങ്കുറങ്ങുള്ളോളി. പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട്, പൂക്കളിൽ റാണിയായി പൂത്തു നിൽക്കുന്നോളി, പൂത്തു നിൽക്കുന്നോളി. കാത്തിരുന്നു കാത്തിരുന്ന് കാൽ ധരിച്ചു പോയി, കാത്തിരുന്ന് കാത്തിരുന്ന് കാൽ ധരിച്ചു പോയി. കൺമണിയെ കാണുവാനായി കൺകൊതിച്ചു പോയി, കൺമണിയെ കാണുവാനായി കൺകൊതിച്ചു പോയി. കണ്ണുകളാൽ കൽവുകളിൽ കല്ലെറിയുന്നോളേ, താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്ങുള്ളോളെ, പങ്കുറങ്ങുള്ളോളെ. അന്നൊരു നാളം വിളിമ വമ്പനായി വന്നു, അന്നൊരു നാളം വിളിമ വമ്പനായി വന്നു നിന്നെ കണ്ടതോടെ അമ്പരന്നു നിന്നു, വന്നു നിന്നെ കണ്ടതോടെ അമ്പരന്നു നിന്നു. കണ്ണുകളാ കൽവുകളിൽ കല്ലെറിയുന്നോളേ, താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്ങുള്ളോളെ, പങ്കുറങ്ങുള്ളോളെ. പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട്, പൂക്കളിൽ റാണിയായി പൂത്തു നിൽക്കുന്നോളെ, പൂത്തു നിൽക്കുന്നോളെ. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്ങുള്ളോളെ, പങ്കുറങ്ങുള്ളോളെ. ഇന്ന് കർക്കിടകം 1, രാമായണ മാസാരംഭം. രാമായണ മാസം എന്നറിയപ്പെടുന്ന പുണ്യമാസമാണ് കർക്കിടകം. നല്ലത് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ശുദ്ധമായ മനസ്സും ശരീരവും അർപ്പിച്ച് രാമായണ പാരായണം ചെയ്യുന്ന പുണ്യമാസം. മലയാള വർഷത്തിലെ അവസാന മാസവും കർക്കിടകം തന്നെ. പൊൻചിങ്ങത്തെ വരവേൽക്കാനുള്ള
കാത്തിരിപ്പ് കൂടിയാണ് ഈ ഒരു മാസക്കാലം. അപ്രതീക്ഷിതമായി മഴ പെയ്യുന്ന മാസമായതിനാൽ കള്ളക്കർക്കിടകം എന്ന പേരു തന്നെ നിലവിലുണ്ട്. മഴക്കാല രോഗങ്ങൾ ഈ മാസത്തിൽ ധാരാളമായി ഉണ്ടാകുന്നു. കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം വരുമാനമൊന്നുമില്ലാത്ത കാലമായതിനാലാണ് പഞ്ഞമാസം എന്ന് വിളിക്കപ്പെടുന്നത്. കർക്കിടകം മലയാളിയെ സംബന്ധിച്ചിടത്തോളം പുണ്യകാലമാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് വേറിട്ട് പോകുമായിരുന്ന ഒരു ഭാഷയെയും സംസ്കാരത്തെയും തൻ്റെ കാവ്യങ്ങളിലൂടെ അനശ്വരമാക്കിയ എഴുത്തച്ഛൻ്റെ പുണ്യസ്മൃതികൾ ഉണർത്തുന്ന പുണ്യകാലം. ശ്രീരാമകഥകൾ കൊണ്ട് കർക്കിടക മാസം ഭക്തിസാന്ദ്രമാകുന്നു. ആടിമാസമെന്നും പഞ്ഞമാസമെന്നും മാസമെന്നും അറിയപ്പെടുന്ന കർക്കിടക മാസത്തിൽ ആയുർവേദ ചികിത്സകൾക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ശാരീരികവും മാനസികവുമായ പുഷ്ടിക്കും ശുദ്ധിക്കും വേണ്ടുന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ച് പുതിയൊരു വർഷത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പാകുന്നു കർക്കിടകത്തിൽ. കർക്കിടകത്തിൽ എണ്ണ തേച്ചുള്ള 2 നേരത്തെ കുളി വളരെ പ്രാധാന്യമേറിയതാണ്. ആയുർവേദ വിധിപ്രകാരം കർക്കിടക മാസം ഔഷധ സേവ നടത്തുന്നത് ഉത്തമമാണ്. കർക്കിടകത്തിൽ മനസ്സിലെ അസ്വസ്ഥതകൾ നീക്കി പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാനാണ് ഇത്തരം പ്രവൃത്തികൾ നടത്തുന്നത്. എണ്ണ തേച്ചുള്ള കുളി, കർക്കിടകക്കഞ്ഞി തുടങ്ങിയവ അസ്വസ്ഥതകൾ നീക്കാൻ സഹായിക്കുന്നു. കർക്കിടക മാസത്തിൽ അനുഷ്ഠിക്കുന്ന സവിശേഷകരമായ കർമ്മമാണ് പിതൃതർപ്പണം. കർക്കിടക വാവ് ദിവസമാണ് പിതൃതർപ്പണം നടത്തുന്നത്. ഈ ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കർക്കിടകത്തിലെ തോരാത്ത മഴയും ജോലിയൊന്നുമില്ലാത്തതുകൊണ്ടുള്ള പഞ്ഞവും കാരണമാണ് കർക്കിടകം ദുർഘടമാണെന്ന് പറയാറുണ്ട്. എന്നാൽ ഇതൊരു പുണ്യമാസമാണെന്നതാണ് വാസ്തവം. പട്ടിണിക്കാലമായ കർക്കിടകത്തിൽ പത്തായം കാലിയാകുമ്പോൾ ചിങ്ങത്തിൻ്റെ പിറവി സ്വപ്നം കണ്ട് കർഷകർ ഈശ്വര വിചാരത്തിലൂടെയും ഇലക്കറി ഭക്ഷണത്തിലൂടെയും രാവും പകലും തള്ളി നീക്കുന്നു. പുതിയൊരു പുലരിക്കായി കാത്തിരുന്നുകൊണ്ട് നമുക്കും പുതിയൊരു പുലരിക്കായി വീണ്ടും ഒരു ഗാനം.
വച്ചു നടക്കാൻ ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണം നിനക്കുരുവികളെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഋഷികേശ്. എല്ലാവർക്കും ഭൗമരഹസ്യം 2.0 സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് 2020 മുതൽ ഭൂമി വേഗത്തിൽ കറങ്ങുന്നു. എന്തുകൊണ്ട്? നോക്കാം. ദിവസങ്ങൾ എത്ര വേഗത്തിലാണ് പോകുന്നത്. കണ്ണടച്ച് തുറക്കും മുമ്പേ 2026 ഇങ്ങെത്തും. എന്നാൽ യഥാർത്ഥത്തിൽ ദിവസങ്ങളുടെ വേഗത കൂടിയിട്ടുണ്ടോ? വാഷിംഗ്ടൺ DC ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ എർത്ത് റൊട്ടേഷൻ ആൻഡ് റെഫറൻസ് സിസ്റ്റം സർവീസ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഭൂമിയുടെ ഭ്രമണത്തിൽ ഒരു വ്യത്യാസം വന്നതായി പറയുന്നു. 2020 മുതൽ ഭൂമി വേഗത്തിൽ കറങ്ങാൻ തുടങ്ങി എന്നാണ് റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത്. എന്നാൽ എന്താണ് 2020 സംഭവിച്ച ഈ മാറ്റത്തിന് കാരണം? പുതിയ റിപ്പോർട്ട് പ്രകാരം നമ്മുടെ ദിവസങ്ങളിൽ ഒരു സെക്കൻഡിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം കുറയുന്നു എന്നാണ് പറയുന്നത്. 2020 മുതൽ ഈ പ്രവണത ശ്രദ്ധേയമായി തുടങ്ങി. 2029 ആകുമ്പോഴേക്കും നമ്മുടെ ക്ലോക്കുകളിൽ നിന്ന് ഒരു ലീപ് സെക്കൻഡ് പോലും ഇതുമൂലം നീക്കം ചെയ്യേണ്ടി വന്നേക്കാമെന്നും ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഭ്രമണ വേഗതയിലെ ഈ മാറ്റം ആദ്യമായി ഉണ്ടാകുന്നതൊന്നുമല്ല. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഭൂമിയുടെ ഭ്രമണം ക്രമേണ മാറുന്നുണ്ട്. ഉദാഹരണത്തിന്, ദിനോസറുകളുടെ കാലത്ത് ദിവസങ്ങൾ ഏകദേശം 23 മണിക്കൂർ ദൈർഘ്യമുള്ളതായിരുന്നു. വെങ്കലയുഗത്തിലാകട്ടെ ഓരോ ദിവസവും ഇപ്പോൾ ഉള്ളതിനേക്കാൾ അര സെക്കൻഡ് കുറവായിരുന്നു. പക്ഷേ എന്തുകൊണ്ടായിരിക്കും ഭൂമിയുടെ ഭ്രമണ വേഗതയിൽ ഈ കുറവുണ്ടാകുന്നത്? ഭൂമി ഒരു പൂർണ്ണ ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്നത് ഏകദേശം 86,400 സെക്കൻഡുകളാണ്. എന്നാൽ ഈ സംഖ്യ എപ്പോഴും കൃത്യമായി കൊള്ളണമെന്നില്ല. സമുദ്രത്തിലെ വേലിയേറ്റം, അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ, ഭൂകമ്പങ്ങൾ, ഭൂമിയുടെ തന്നെ ഉപരിതലത്തിനടിയിലെ മാറ്റങ്ങൾ എന്നിവ പോലുള്ള നിരവധി ഘടകങ്ങൾ ഭൂമിയുടെ ഭ്രമണ വേഗതയെ സ്വാധീനിക്കാറുണ്ട്. പക്ഷേ നൂറ്റാണ്ടുകളായി ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് മന്ദഗതിയിലായിരുന്നു എന്നതാണ് ഇവിടെ ചോദ്യമുയർത്തുന്നത്. വാഷിംഗ്ടൺ DC ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ എർത്ത് റൊട്ടേഷൻ ആൻഡ് റെഫറൻസ് സിസ്റ്റം സർവീസ് പറയുന്നത് 2020 മുതലാണ് ഗ്രഹം വേഗത്തിൽ കറങ്ങാൻ തുടങ്ങിയത്. ഇത് ഇനിയും തുടർന്നാൽ ഭൂമിയുടെ ഭ്രമണവുമായി ഘടികാരങ്ങൾ യോജിപ്പിച്ചു നിർത്താൻ 2029 നമ്മുടെ ക്ലോക്കുകളിൽ നിന്നും ഒരു ലീപ് സെക്കൻഡ് കുറയ്ക്കേണ്ടി വരുമെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ടൈം ആൻഡ് ഡേറ്റ്കോന്റെ ഒരു റിപ്പോർട്ട് പ്രകാരം ഈ പാറ്റേൺ 2025 തുടരാനാണ് സാധ്യത. അപ്പോൾ ഈ വർഷത്തെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിവസങ്ങൾ ജൂലൈ 22, ഓഗസ്റ്റ് 5 എന്നിവ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ തന്നെ ഓഗസ്റ്റ് 5-നായിരിക്കും ഏറ്റവും കുറഞ്ഞ ദൈർഘ്യം. ഇതനുസരിച്ച് ഭൂമിയുടെ ഭ്രമണം സാധാരണയുള്ള 24 മണിക്കൂറിൽ നിന്നും 1.51 മില്ലി സെക്കൻഡ് കുറവായിരിക്കും. അതേസമയം ഈ മാറ്റത്തിനു പിന്നിലെ കാരണം ഇപ്പോഴും വ്യക്തമല്ല. എന്നിരുന്നാലും ഈ മാറ്റം മനുഷ്യജീവിതത്തെ ബാധിക്കുമോ? അത്ര വലിയ അളവിലൊന്നും മനുഷ്യരെ ഇത് ബാധിക്കില്ലെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ദൈനംദിന ജീവിതത്തെ ഇത് ബാധിക്കാൻ ഇടയില്ല.
പക്ഷേ നമ്മൾ ദിവസേന കണക്കാക്കുന്ന സമയം പോലും എക്കാലത്തും സ്ഥിരമായിരിക്കില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നത്. എല്ലാവർക്കും നന്ദി. അടുത്ത ആഴ്ച വൈവിധ്യമാർന്ന നിഗൂഢമായ പുതിയ പുതിയ കാര്യങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. ആകാശവാണി കൊച്ചി. സ്കൂൾ വാർത്തകൾ വായിക്കുന്നത് ടെൻസിയിൽ നിന്നും ധാർമ്മിക് ദക്ഷ് മാലിക്. നമ്മുടെ വിദ്യാലയത്തിലെ ഇംഗ്ലീഷ്, ഹിന്ദി, ഗണിതം, സയൻസ് എന്നീ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും ബഷീർ ദിനാഘോഷവും ജൂലൈ 8-ാം തീയതി ചൊവ്വാഴ്ച നമ്മുടെ വിദ്യാലയത്തിൽ നടത്തി. വിദ്യാർത്ഥികളുടെ കഴിവ് തെളിയിക്കാൻ പോന്ന ധാരാളം പരിപാടികൾ ഈ സന്ദർഭത്തിൽ അരങ്ങേറി. ബഷീർ അനുസ്മരണ പരിപാടികൾ, ഇംഗ്ലീഷ് ഡ്രാമ, ഹിന്ദി ക്വിസ്, സയൻസ് എക്സ്പെരിമെൻറ്റ്സ്, മാത്സ് ഡോക്യുമെൻറ്റേഷൻ എന്നീ പരിപാടികൾ ശ്രദ്ധേയമായിരുന്നു. ജൂലൈ 25, 26 തീയതികളിലായി യൂത്ത് ഫെസ്റ്റിവൽ നടത്താൻ തീരുമാനിച്ചു. അതിനുള്ള മുന്നൊരുക്കമായി വിദ്യാർത്ഥികളെയും അധ്യാപകരെയും റെഡ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ എന്നീ ഹൗസുകളിലായി തിരിച്ചു. ജൂലൈ 14-ാം തീയതി മിഡ് ടേം പരീക്ഷ ആരംഭിച്ചു. ഇത് കർക്കിടക മാസം, രാമായണ മാസാരംഭം. മലയാള വർഷത്തിലെ അവസാന മാസമാണിത്. പൊൻചിങ്ങത്തെ വരവേൽക്കാനായി നമുക്ക് ഒരുങ്ങാം. പുതുവർഷം നമുക്കെല്ലാവർക്കും ഐശ്വര്യം നൽകട്ടെ എന്നാശംസിച്ചുകൊണ്ട് വാർത്തകൾ കഴിഞ്ഞു. നന്ദി. വീണ്ടും പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി അടുത്ത ആഴ്ച വരെ കാത്തിരിക്കാം.